ചെറിയൊരു സസ്പെൻസ്. ഹലോ ഗൈസ്, നമ്മൾക്ക് മറ്റന്നാൾ, അതായത് വ്യാഴാഴ്ച ഈ വരുന്ന 28-ാം തീയതി നമ്മുടെ കാട്ടാളൻ റിലീസാണ്. നിങ്ങൾ ഓൾമോസ്റ്റ് ആൾക്കാർ ആ സിനിമയെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഈ കാട്ടാളനും മാർക്കോയും തമ്മിലുള്ള ബന്ധം എന്താണ്, അല്ലെങ്കിൽ അതൊരു യൂണിവേഴ്സ് ആണോ എന്നുള്ള കാര്യങ്ങൾക്ക് ചിലർക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, ചിലർക്കൊരു ക്ലാരിറ്റി ഉണ്ടാവും. അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഒന്നാമത് വരുന്ന കേസ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഇന്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ജഗദീശേട്ടൻ അതിനകത്ത് പറയുന്നുണ്ട്, ഇത് അങ്ങനെ യൂണിവേഴ്സ് ആവാം. ഞാൻ അതിന്റെ 1-2 ക്ലിപ്സും കാണിച്ചു തരാം. യൂണിവേഴ്സ് ആവാം, ചിലപ്പോൾ ഇത് അങ്ങനെ കണക്ട് ചെയ്യാം, അങ്ങും ഇങ്ങും തൊടാത്തൊരു ഉത്തരമാണ് പുള്ളി പറയുന്നത്. അല്ല, യൂണിവേഴ്സ് എന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസർക്കും ഒരു സ്വകാര്യ സന്തോഷം ഉണ്ടാവും. എന്തായിരുന്നാലും അങ്ങനെ ഒരു യൂണിവേഴ്സ് വരികയാണെങ്കിൽ, ഇപ്പൊ മാർക്കോയുടെ ഒരു യൂണിവേഴ്സ് വരണമെങ്കിൽ ശരി, പിന്നെ സന്തോഷമായിരിക്കും. അങ്ങനെ യൂണിവേഴ്സ് വരാൻ വേണ്ടി മനഃപൂർവ്വം ഇതിനകത്ത് ചെയ്തിട്ടില്ല, പക്ഷെ ചിലതൊക്കെ സംഭവിക്കുന്നുണ്ട്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം ഇത് തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഉണ്ടെന്നുള്ള കാര്യം 100% ഷുവർ ആണ്. പക്ഷെ എന്നിരുന്നാൽ ഈ റൈറ്റർ ഡയറക്ടേഴ്സ് എല്ലാം രണ്ട് സിനിമയുടെയും എൻ്റയർലി ഡിഫറെന്റ് ആണ്. ഒരാളല്ല. ആൻഡ് പ്രൊഡ്യൂസർ മാത്രമാണ് സെയിം ആയിട്ട് വരുന്നത്. അപ്പൊ ഈ പ്രൊഡ്യൂസർ യൂണിവേഴ്സ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് മേ ബി അത് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അതിൽ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന കാര്യങ്ങൾ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ മാർക്കോ സിനിമയെ ഇന്നലെ ഒന്നുകൂടെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ മാർക്കോ സിനിമയുടെ ക്ലൈമാക്സിൽ നമ്മൾ ഉണ്ണിമുകുന്ദൻ ഒരു ബീച്ച് സൈഡിൽ നിൽക്കുമല്ലോ, ബീച്ച് സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ ഒരു സിഗൊക്കെ വലിച്ച് നിൽക്കുന്ന സമയത്ത് അപ്പുറത്ത് കുഞ്ഞിരിപ്പുണ്ട്. ഈ കുഞ്ഞിനെ കാണിച്ചിട്ട് അടുത്ത ഷോട്ട് കാണിക്കുന്ന കുറച്ച് കാറ് വരുന്നതാ. പിന്നെ കുഞ്ഞിനെ അവിടെ കാണിക്കത്തില്ല. പക്ഷെ ആ കാറ് വരുമ്പോൾ ആ കാറിന്റെ ഫ്രണ്ടിൽ മറ്റേ നമ്മുടെ ജസ്റ്റ് ആ ഓട്ടോണമസ് സിസ്റ്റം ഒക്കെ ഇരിക്കുന്നതിന് തൊട്ട് മുകളിലെ പോർഷനിലായിട്ട് ഒരു കൈ കാണിക്കുന്നുണ്ട്. ആ കൈയുടെ തൊട്ടിപ്പുറത്ത് ക്യാബ്രൽ ഹെയ്ദർ 616 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലോഗോ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ആ ലോഗോ എന്താണോ, ആ ലോഗോയിലാണ് സിനിമ എൻഡ് ചെയ്യുന്നത്, മാർക്കോ എൻഡ് ചെയ്യുന്നത്. ദെൻ ഇന്നലെ നമ്മുടെ ക്യൂബ്സിന്റെയും അതല്ലെങ്കിൽ ഈ ആന്റണി പെപ്പയുടെ അടക്കമുള്ള അവരുടെ സോഷ്യൽ മീഡിയ പേജിലെല്ലാം ഈ സിനിമയുടെ ബുക്കിംഗ് ഇന്നലെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, കാട്ടാളന്റെ. ആ ബുക്കിംഗ് അനൗൺസ് ചെയ്യുന്ന പോസ്റ്ററിൽ അവർ കൊടുത്തേക്കുന്ന ആ സെയിം ലോഗോ ആണ്, ആ സെയിം പോസ്റ്ററാണ്. അതായത് ആ കാറിൽ എന്താണോ മറ്റേ മാർക്കോയിൽ എൻഡ് ചെയ്യുന്നത് അതേ പോർഷനാണ് ഇവിടെ അവർ സ്റ്റാർട്ടിങ്ങിൽ, അതായത് ആ ബുക്ക് മൈ ഷോയുടെ ഒക്കെ അല്ലെങ്കിൽ ഇന്ന് ഓപ്പണിംഗ് ആണ് എന്ന് കാണിക്കാൻ വേണ്ടി മെൻഷൻ ചെയ്തിരിക്കുന്ന പോസ്റ്റർ അതാണ്. ഒന്നത്. അപ്പം ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ട് പോയ ടീമിന്റെ അതല്ലെങ്കിൽ അതുമായിട്ട് എന്തോ ഒരു കോണ്ടാക്ട് ഈ പറയുന്ന സിനിമയിൽ വരുന്നില്ലെന്നുണ്ടെങ്കിൽ മനഃപൂർവ്വമായിട്ട് ഇല്ലാത്തൊരു സാധനം ക്രിയേറ്റ് ചെയ്ത് വെറുതെ നമ്മൾ ഈ സിനിമ കാണാൻ പോകുന്നവരുടെ എക്സ്പെക്ടേഷൻ വളരെ കൂട്ടിയിട്ട് സിനിമയെ നശിപ്പിക്കാൻ അവർ ശ്രമിക്കത്തില്ല. അപ്പൊ എന്തോ ഒരു ലിങ്ക് അവിടെയുണ്ട്. ആൻഡ് സെക്കൻഡ് വൺ, ഇന്നലെ സിനിമ കണ്ടപ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതാണ്ട് എനിക്ക് തോന്നുന്നു 51-52 മിനിറ്റിലാണ് മാർക്കോടെ 51-52 മിനിറ്റിൽ ഉണ്ണിമുകുന്ദന്റെ ഡയലോഗ് പറഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുമ്പോൾ ഒരു വാള് കാണിക്കുന്നുണ്ട്, മതിൽ കാണിക്കുന്നു. മീൻസ് അവരുടെ ഒരു റൂമിന്റെ ഒരു ഫിറ്റ് കാണിക്കുന്നുണ്ട്. ആ സമയത്ത് അവിടെ കുറെ പോസ്റ്റേഴ്സ് ഹാങ് ചെയ്തിട്ടുണ്ട്. പോസ്റ്റേഴ്സ് ലൈക്ക് കുറച്ച് മറ്റേ നമ്മുടെ, ഞാൻ എന്റെ സ്ക്രീൻഷോട്ട് കാണിച്ചു തരാം. ആ ഹാങ് ചെയ്തേക്കുന്ന സാധനത്തിനകത്തും സെയിം ക്യാബ്രൽ ഹെയ്ദർ 616 എന്നുള്ള ഒരു വലിയൊരു ലോഗോ അവർ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് നമുക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ലിങ്ക് ചെയ്യുന്നുണ്ട്. അതായത് മാർക്കോ സിനിമയിൽ ജഗദീഷിന്റെ ആ ഒരു സ്പേസിൽ, അതായത് നമ്മുടെ ടോണി ഐസക്കിന്റെ സ്പേസിൽ ഇരുന്ന് ഉണ്ണിമുകുന്ദൻ സംസാരിക്കുമ്പോഴാണ് ഈ പറയുന്ന പോസ്റ്റർ അവിടെ കാണിക്കുന്നത്. അപ്പം ഈ ടോണി ഐസക്കുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇവരുടെ ബാക്കപ്പ്, ഇപ്പൊ എക്സാമ്പിൾ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ലോക സിനിമയൊക്കെ കണ്ടപ്പോൾ ലോകയിൽ എന്തായിരുന്നു, കല്ലിങ്കാട്ട് നീലയുടെ ഒരു സീൻ കാണിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി ചാത്തൻ വരും, അങ്ങനെ ഓരോ ആൾക്കാർ വരും, ഈ മറ്റേ ഒടിയൻ വരും. പക്ഷെ ഇവരെ എല്ലാം ബാക്കപ്പ് ചെയ്യുന്ന ആരാണ്? മൂത്തോനാണ്. റൈറ്റ്? ആ മൂത്തോനാണ് ഇവരുടെ എല്ലാം ഹെഡ് എന്ന് പറഞ്ഞ് അതിനകത്ത് മെൻഷൻ ചെയ്യുന്നത്. സോ അതേപോലെ ഈ ക്യാബൽ ഹെയ്ദർ എന്ന് പറഞ്ഞിട്ട് ഒരു ബാക്കപ്പ് ടീം ഉണ്ടാവും. ഇപ്പൊ എക്സാമ്പിൾ ഇപ്പൊ ആദ്യത്തിനകത്ത് നമ്മൾ എന്താ കണ്ടായി, ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഈ രണ്ടാമത്തതിൽ ആനക്കൊമ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. മൂന്നാമത് വല്ല മറ്റേ മനുഷ്യക്കിടത്തോ അതല്ലെങ്കിൽ എക്സാമ്പിൾ എക്സ്വേ അതേപോലെ എന്തെങ്കിലുമൊക്കെ 2-3 ഓപ്ഷൻസ് ആയിട്ട് തന്നിട്ട് അവസാനം 4ാമത്തെ 5ാമത്തെ പാർട്ടിൽ വരുമ്പോഴത്തേക്ക് ഇതിനെ എല്ലാം കൂടെ ക്ലബ് ചെയ്യുന്ന ഒരു ഹെഡായിട്ട് ഓൾറെഡി നമ്മുടെ മമ്മൂക്കയായിട്ട് ഇവർ ഒരു സിനിമ അനൗൺസ് ചെയ്തിട്ടുണ്ട്, ക്യൂബ്സ്. മേ ബി ആ സിനിമ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇതെല്ലാം കൂടെ വേണേ അവർക്ക് കൊണ്ട് ക്ലബ് ചെയ്യാം. അപ്പം ആ സിനിമയുടെ റേഞ്ച് എന്നൊക്കെ പറയുന്നത് വേറെ ലെവലിലേക്ക് പോകും. അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന സിമിലാരിറ്റീസ് തോന്നാനുള്ള കാരണം ഇത് മാത്രമല്ല. മറ്റൊരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറയുന്ന നമ്മുടെ മാർക്കോ സിനിമയിൽ ജോർജ് ഡി പീറ്റർ എന്നാണ് സിദ്ദിഖിന്റെ പേര്, ക്യാരക്ടർ, ആ ഒരു ലുക്കും കാര്യങ്ങളും എല്ലാം എന്താണോ അതിന്റെ ഡിറ്റോ കോപ്പി, സെയിം നെയിം സെയിം കണ്ടീഷൻസ് തന്നെയാണ് നമ്മുടെ കാട്ടാളന്റെ പോസ്റ്റർ ഇറക്കിയപ്പം നമ്മുടെ സിദ്ദിഖിനുള്ളത്. അതായത് ഒരേ ക്യാരക്ടറിന്റെ അതേ പേരിൽ തന്നെ അതേ ലുക്കിൽ തന്നെ അങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കണമെങ്കിൽ സിമിലാരിറ്റീസ് ഇല്ലാന്നുണ്ടെങ്കിൽ അവർ എന്തായാലും ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവിടെ തന്നെ എന്തോ ഒരു കാര്യം സിങ്ക് ചെയ്യുന്നുള്ള കാര്യം 100% ഷുവർ ആണ്. പിന്നെ ഈ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കാനുള്ള കുറച്ച് അധികം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം രവി ബസ്രൂന്റെ ആണ് മ്യൂസിക്. അതായത് നമ്മൾ മാർക്കോ അടക്കം നമുക്ക് അറിയാം പുള്ളിയുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ക്വാളിറ്റി. മാത്രമല്ല ഞാൻ അതിൽ 1-2 ക്ലിപ്സ് കാണിച്ചു തരാം. അതായത് പ്രൊഡ്യൂസർ തന്നെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറിന്റെ ക്വാളിറ്റിയെ പറ്റി പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ എന്തോ ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നന്നായി എടുത്തു വെച്ചിട്ടുണ്ട്. അതിനെ എലിവേറ്റ് ചെയ്യാനായിട്ട് രവി ബസ്രൂർ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഷമീറിന്റെ കട്ട്സ് ഈ സിനിമ ഒരു മാജിക് ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ രവി ബസ്രൂറിന്റെ മ്യൂസിക്കില് ആൾക്കാർക്ക് ജെൻസി യൂത്തിന് ഒന്ന്
തുള്ളിച്ചാടി പുറത്തിറങ്ങാനുള്ള പരിപാടി പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം നമ്മുടെ പെപ്പയുടെ ആക്ഷൻ സിനിമ എല്ലാം തന്നെ ഹിറ്റാണ്. എല്ലാവർക്കും എല്ലാ തരം ഓഡിയൻസിനും വർക്കായിട്ടുള്ള ടൈപ്പ് ഓഫ് സിനിമയാണ് പെപ്പയുടെ ആക്ഷൻ. അല്ല, പെപ്പ ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ജഗദീഷ് ചേട്ടൻ മുൻപ് പറഞ്ഞിരുന്നു, ഈ സിനിമ കഴിഞ്ഞാൽ വേറൊരു പെപ്പയെ നമുക്ക് കിട്ടും. പെപ്പയുടെ സ്റ്റാർഡം വളരെ കൂടും. കാരണം പെപ്പ സിൻസിയർ ആയിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ആക്ഷൻ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതെല്ലാം കൂടെ ചേരുമ്പോൾ തന്നെ സംഭവം ഒരു വൻ പൊളിയാ. പിന്നെ ഇത് കൂടാണ്ട് മാർക്കോയുടെ ഒരു ലിങ്കും കൂടെ വരുമ്പോഴത്തേക്ക് മാർക്കോയായിട്ട് ഈ സിനിമയ്ക്ക് എന്തെങ്കിലും രീതിയിൽ അവർക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന സ്ഥലത്ത് നമുക്ക് കുറച്ചും കൂടെ ആ ഒരു എന്താ പറയാ ഒരു കിക്ക് ഭയങ്കരമായിട്ട് ഹൈ ആവാനുള്ള സാധ്യതയുണ്ട്. അതായത് മറ്റൊരു കൗതുകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന മാർക്കോയിലുള്ള ഓൾമോസ്റ്റ് ക്യാരക്ടേഴ്സും ഈ പറയുന്ന സിനിമയിലുണ്ട്. അത് നമ്മുടെ കബീർ ദുവൻ സിംഗ് ഉണ്ട്. പുള്ളി അതിനകത്ത് തലവെട്ടി കളയാണ്. പുള്ളി അപ്പം തലവെട്ടി പോയ ആള് പിന്നെ എന്തായാലും തിരിച്ചു വരത്തില്ല. പക്ഷെ ഇതിനകത്ത് വേറൊരു ക്യാരക്ടറാണ്, വേറൊരു പേരിലാണ്, എഡ്ഡി മറ്റാണ് ഈ നമ്മുടെ കാട്ടാളനകത്ത് പുള്ളിയുടെ പേര്. അപ്പം ഇത് സീക്വൽ ആയിരിക്കുമോ അതോ ഇനി പ്രീക്വൽ ആയിരിക്കും? സീക്വൽ ആവണമെങ്കിൽ പുള്ളി ജീവനോടെ വേണമല്ലോ. ആൻഡ് ഓൾസോ ജഗദീഷ് ചേട്ടനെ അതിനകത്ത് കൊന്നുകളയാണ്. ജഗദീഷ് ചേട്ടൻ തന്നെ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അതിന്റെ ഒരു ക്ലിപ്പ് ഞാൻ കാണിച്ചു തരാം. മേ ബി ട്വിൻ ബ്രദർ ഉണ്ടാവാം, അപ്പൊ അങ്ങനെ ആവാം, ചിലപ്പോൾ ബോംബ് ബ്ലാസ്റ്റിൽ ജഗദീഷ് ചേട്ടൻ മരിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. എന്റെ ക്യാരക്ടർ അലിക്ക് വരാം, പിന്നെ ടോണി ഐസക്കിന് ട്വിൻ ബ്രദർ വല്ലതും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. രണ്ടും ക്യാരക്ടേഴ്സ് ആണല്ലോ, ഒരു വ്യക്തിയല്ലോ. പിന്നെ വേറെ കാര്യം ഞാൻ പറയാം, ടോണി ഐസക്ക് മരിച്ചെന്ന് 100% വിചാരിക്കരുത്. ആ ബ്ലാസ്റ്റിൽ മരിച്ച ടോണി ഐസക്ക് ആണോ? ഒരു ചെറിയ സസ്പെൻസ് ഉണ്ട്, ചെറിയൊരു സസ്പെൻസ്. അടുത്തൊരു കേസ് എന്ന് വെച്ചാൽ ആൻസൺ പോൾ ആണ്. ആൻസൺ പോൾ ഓൾറെഡി മാർക്കോയിൽ മരിച്ചതാണ്, പക്ഷെ ഇതിനകത്തുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ ഷാജി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മാർക്കോയ്ക്കകത്ത് ഉണ്ണിമൂന്നിന്റെ ഒരു കൂട്ടുകാരനുണ്ട്, കൈയൊക്കെ വെട്ടി കളയുന്ന പുള്ളിക്കാരൻ അതിനകത്തുണ്ട്. ഇതിനകത്തൊരു പൊളിറ്റീഷ്യൻ ആയിട്ട് കാട്ടാളനകത്തുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഇതിന് രണ്ട് ടൈം ലൈനിൽ നടക്കുന്ന കഥയാണോ, അതോ ഇനി ഇവരെല്ലാം ഓൾറെഡി ഈ പറയുന്ന ആനക്കൊമ്പൊക്കെ മോഷ്ടിച്ച് കുറെ കാശുണ്ടാക്കി അവിടുന്ന് പിന്നെ അത് കളഞ്ഞിട്ട് ഗോൾഡിലേക്ക് വന്നതാണോ? പക്ഷെ അത് അങ്ങനെ ആവാൻ സാധ്യതയില്ല. ഇതെല്ലാം പലതരം സിനാരിയോസിൽ നടക്കുന്നതായിരിക്കും, പലതരം ടെറൈനിൽ നടക്കുന്നത്. അതായത് ഒരു സ്ഥലത്ത് ഈ പറയുന്ന ആനക്കൊമ്പുമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഒരു സ്ഥലത്ത് ഈ പറയുന്ന ഗോൾഡ്, അങ്ങനെ ഡിഫറെന്റ് പ്രോസസ്സ് പല സ്ഥലത്തായിട്ട് നടക്കുന്നുണ്ടാവും. പക്ഷെ ഇതിനെ എല്ലാം കൂടെ ബാക്കപ്പ് ചെയ്യുന്നതിൽ ഈ ജഗദീഷ്, അതായത് വില്ലൻ സൈഡ്, ഇപ്പൊ നമ്മള് തെലുങ്കിൽ നിന്ന് മറ്റേ സുനിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ സുനിലിന്റെ സൈഡ് ഇവിടെ നോക്കുവാണെങ്കിൽ, നമ്മുടെ മാർക്കോയിൽ നോക്കുകയാണെങ്കിൽ ജഗദീഷ് ചേട്ടന്റെ ആ ഒരു ബാക്കപ്പ് സൈഡ്, ഇവരെ എല്ലാം ഹാൻഡിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് സൈഡ് എല്ലാം മീൻസ് ബാക്കപ്പ് ചെയ്യുന്നത് ഈ ക്യാപിറ്റൽ ഹൈദർ 616 എന്ന് പറയുന്ന ആ ഒരു ബാക്കപ്പ് ടീം ആയിരിക്കും. അപ്പൊ അതിന്റെ ഏതെങ്കിലും ഒരു ത്രെഡ് കൂടെ കൊണ്ട് ഈ സിനിമയുടെ ക്ലൈമാക്സിൽ നമുക്ക് ഇപ്പൊ അടുത്ത പാർട്ടിന് വേണ്ടി കൊണ്ടുവെക്കുമ്പോൾ വീണ്ടും ആൾക്കാർക്ക് ആവേശം കൂടും. അത് മാത്രമല്ല അതെന്താണെന്ന് അറിയാനുള്ള ക്യൂരിയോസിറ്റി, ആ വരാൻ പോകുന്ന സിനിമയുടെ റേഞ്ച് എന്ന് പറയുന്നത് വീണ്ടും ഭയങ്കര ഹൈ ആവും. പിന്നെ മറ്റൊരു കാര്യം, ഈ സിനിമയ്ക്ക് ഭയങ്കരമായിട്ട് എനിക്കൊരു എക്സ്പെക്ടേഷൻ തോന്നാനുള്ള കാര്യം, ഈ പറയുന്ന പെപ്പയും രവി ബസ്റൂറും ഈ പറയുന്ന ഷമീർ എല്ലാം ഉൾപ്പെടെ തന്നെ അതിൽ കുറച്ചും കൂടി എനിക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നിയത് ഈ ഷെരീഫ് മുഹമ്മദ് എന്നുള്ള പ്രൊഡ്യൂസറാണ്. പുള്ളി എനിക്ക് തോന്നുന്നു അത്ര അങ്ങനെ കോംപ്രമൈസ് ചെയ്യുന്ന ആളൊന്നുമല്ല. അതായത് മാക്സിമം സിനിമയ്ക്ക് എന്താണോ ആവശ്യം അത് മാർക്കോ എന്ന ഒറ്റ സിനിമ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാം. കാര്യം നമുക്കൊരു മലയാളത്തിൽ കിട്ടിയ ഒരു മുത്താണ് ആ സിനിമ. അങ്ങനെ ഒരു സിനിമ നമുക്ക് തന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം പുള്ളി എന്തായാലും അതിന് മുകളിൽ നിൽക്കാനോ അതിന് സമാനമായിട്ട് നിൽക്കാവുന്ന രീതിയിൽ എന്തായാലും കാട്ടാളിന് വേണ്ടി ട്രൈ ചെയ്യുള്ളൂ. സിനിമ ഇറങ്ങി നമ്മളടക്കമുള്ള ആളുകളെല്ലാം കണ്ടിട്ടായിരിക്കും അഭിപ്രായം പറയുമ്പോൾ അതിന്റെ ഒരു വിജയ സാധ്യത വരുള്ളൂ. എന്നാലും ഈ ബാക്കപ്പ് ടീമിന്റെ എഫേർട്ട് എന്ന് പറയുന്നത് 100% ആയിരിക്കും. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്തായാലും ഒരു കിടിലം ക്വാളിറ്റി ഉള്ള എല്ലാ വിധത്തിലും തിയേറ്ററിൽ സക്സസ് ആണ്. പ്രത്യേകിച്ച് തിയേറ്റർ എക്സ്പീരിയൻസ് അത്രത്തോളം ഓൾറെഡി A സർട്ടിഫിക്കറ്റ് ആണ് സിനിമ. എബോ 18 സിനിമ തിയേറ്ററിൽ പോയി കാണാൻ പറ്റുള്ളൂ. അങ്ങനെ കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ എന്നിട്ട് ഞാൻ പറയുന്നത് തിയേറ്ററിൽ കണ്ട് ആ ഒരു സൗണ്ട് ക്വാളിറ്റിയിലൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന എല്ലാ ക്വാളിറ്റിയും മേ ബി ആ സിനിമയിൽ ഉണ്ടാവാം. ഗൈസ്, ഞാൻ പറഞ്ഞത് വളരെ സിമ്പിൾ ആണ്. അതായത് മാർക്കോയുടെ 2 ആണോ കാട്ടാളൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സിനിമ കണ്ടാലേ അറിയാൻ പറ്റുള്ളൂ. പക്ഷെ മാർക്കോയെ കാട്ടാളന് ബന്ധമുണ്ടെന്ന് വെച്ചാൽ 110% ഉറപ്പാണ് ബന്ധമുണ്ട്. കാര്യം അങ്ങനെ ഒരു കണക്ഷൻ ആ രണ്ട് സിനിമകളും തമ്മിൽ ഇല്ല എന്നുണ്ടെങ്കിൽ, അതൊരു യൂണിവേഴ്സ് അല്ല, അല്ലെങ്കിൽ അതിനെ ലിങ്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ് ഇതിനിടയിൽ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, ഇപ്പൊ സിദ്ദിഖിയുടെ പേര് അതിലും ഇതിലും ഒരുപോലെ അവർ കൊടുക്കില്ല, കൊടുത്താലും അത് അവർ റിവീൽ ചെയ്യില്ല. ആൻഡ് സെക്കൻഡ് വൺ, മാർക്കോ എൻഡ് ചെയ്തപ്പം ഞാൻ പറഞ്ഞ കാറിൽ കാണിച്ച അതേ ആ ഒരു പോർഷൻ, ആ ഒരു കൈയും ആ ഒരു എംബ്ലവും കാണിക്കുന്നത് ആ സെയിം സീനിൽ ഇന്നലെ അവര് നമ്മുടെ ടിക്കറ്റ്സ് അനൗൺസ് ചെയ്യുമ്പോൾ അവർ അത് ഇഷ്യൂ ചെയ്യില്ല. അങ്ങനെ തുടങ്ങിയിട്ടുള്ള കുറെ, അതേപോലെ സെയിം ക്യാരക്ടേഴ്സിന്റെ കാര്യങ്ങൾ. ഇനി ഇവരെല്ലാം ടിൻസ് ആണോ, ഇത് ടൈം ലൈൻ ആണോ, അതല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ എത്തുന്നതിന് മുമ്പുള്ള ഇവരുടെ ലൈഫാണോ, അതോ ഇവിടുന്ന് മാറിപ്പോയിട്ട് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് എന്തായാലും സിനിമ കണ്ടാലും അറിയാൻ പറ്റും. അത് ഊഹിച്ച് കണ്ടുപിടിക്കാൻ മാത്രമുള്ള തലയൊന്നും എന്നെ സംബന്ധിച്ചിടത്തോളം ഇല്ല. നമ്മുടെ മാർക്കോയും കാട്ടാളനും തമ്മിൽ ഒരു കോണ്ടാക്ട് ഉണ്ടെങ്കിൽ, അത് തമ്മിൽ ലിങ്ക് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പ്രോസസ് ഉണ്ടെങ്കിൽ, ഇത് സംതിങ് ഭയങ്കര ഹൈ ആയിട്ട് വരാൻ സാധ്യതയുണ്ട്. ആൻഡ് ഓൾസോ ഇത് മലയാളം, തെലുങ്ക്, തമിഴ്, കന്നഡ ഇതിൽ എല്ലായിടത്തും റിലീസ് കൊണ്ട് ഒരു പാൻ ഇന്ത്യൻ പരിപാടിയായിട്ടാണ് അവർ പിടിച്ചേക്കുന്നത്. അതായത് അതിൽ ഇന്റർവ്യൂവിൽ അവർ തന്നെ പറയുന്നുണ്ട്, അതായത് തമിഴ്നാട്ടിലുള്ളവർക്ക് ഇത് അവിടെ നടക്കുന്ന കഥയാണ്, കന്നഡയിലുള്ളവർക്ക് അത് അവിടെ നടക്കുന്ന കഥയാണ്, കേരളത്തിലുള്ളവർക്ക് അത് ഇവിടെ നടക്കുന്ന കഥയാണ്. അങ്ങനെ
എല്ലാ ആളുകൾക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറെ മൊമെന്റ്സ് അവർ അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഉറപ്പായിട്ട് ഫസ്റ്റ് ഷോ കഴിയുമ്പോൾ കുറെ സ്പോയിലേഴ്സ് വരാൻ സാധ്യതയല്ല. സ്പോയിലേഴ്സ് ലൈക്ക് കുറെ കാര്യങ്ങൾ മറ്റേ ഇൻസ്റ്റാഗ്രാം റീലിലും യൂട്യൂബിലും അവിടെ ഇവിടെ ആളുകൾ എടുത്തിടാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ് കാട്ടാളൻ. അപ്പൊ നിങ്ങൾ അന്ന് തന്നെ സിനിമ കാണാനൊക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കഴിവതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കാതിരിക്കുക അന്നത്തെ ദിവസം. ആൻഡ് സെക്കൻഡ് വൺ, മനഃപൂർവ്വം ആരും ആ സിനിമയുടെ ആ മെയിൻ കണ്ടന്റ്സ് എടുത്ത് അങ്ങനെ പോസ്റ്റ് ചെയ്യാതിരിക്കുക. കാര്യം ചിലപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് സിനിമ കാണുന്നത് കാണും. അപ്പൊ അവർക്കൊക്കെ അത് ആ ഒരു ഫ്രഷ് എക്സ്പീരിയൻസിൽ കിട്ടണമെന്നുണ്ടെങ്കിൽ ഒന്നും അറിയാതെ പോയിട്ട് ബ്ലാങ്ക് ആയിട്ട് കാണണം. ആൻഡ് ഓൾസോ ഒരു കാര്യം കൂടെ, ഈ പറയുന്ന പോസ്റ്റേഴ്സും ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തിരിക്കും. ബൈ. ചെകുത്താന്റെ പ്ലാൻ തെറ്റിക്കുന്നതാ ദൈവത്തിന് ഇഷ്ടം.